കളർ പെൻസിൽസിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കളേഴ്സാണ്. നിറങ്ങൾ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഓരോ കളേഴ്സിൻ്റെയും പേരും അതിൻ്റെ ട്രാൻസ്ലിട്രേഷനും ഞാനിതിൽ പഠിപ്പിക്കുന്നുണ്ട്. കളേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തെ കളറ് ബ്ലൂ കളർ. അതിൻ്റെ മലയാളം നീലയ്ക്ക് ഹിന്ദിയിലും നീല എന്ന് തന്നെയാണ് പറയുന്നത്, നീല. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ സ്കൈ ഈസ് ബ്ലൂ. അടുത്തത് ഓറഞ്ച് കളർ. മലയാളം ഓറഞ്ച്, അതിൻ്റെ ഹിന്ദി നാരംഗി. ഓറഞ്ച് കളറിന് ഹിന്ദിയിൽ നാരംഗി എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ ഓറഞ്ചാണ്, അതിൻ്റെ കളറും ഓറഞ്ച്. യെല്ലോയ്ക്ക് ഇംഗ്ലീഷിൽ യെല്ലോ, മലയാളത്തിൽ മഞ്ഞ, ഹിന്ദിയിൽ പീല. അപ്പം നമ്മുടെ എക്സാമ്പിൾ എന്താ? നാരങ്ങയുടെ കളർ എന്താണ്? മഞ്ഞ, യെല്ലോ. അടുത്തത് വൈറ്റ്. ഇംഗ്ലീഷ് വൈറ്റ്, മലയാളം വെള്ള, ഹിന്ദി സഫേദ്. വെള്ള, സഫേദ്. അതിൻ്റെ പൂക്കൾ കണ്ടോ? ജാസ്മിൻ ഫ്ലവർ ഈസ് വൈറ്റ്. റെഡ്. അതിൻ്റെ മലയാളം ചുവപ്പ്. ഹിന്ദി ലാൽ. ഈ സീനിയ ഫ്ലവറിൻ്റെ കളർ എന്താണ്? റെഡ് കളർ. ഗ്രീൻ. മലയാളം പച്ച. ഹിന്ദി ഹര. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പാരറ്റിനെയാണ് കൊടുത്തത്. പാരറ്റിൻ്റെ കളർ എന്താ? പച്ച. ഗ്രീൻ പാരറ്റ്. പേർപ്പിൾ. മലയാളം പർപ്പിൾ. ഇതിൻ്റെ ഹിന്ദി വേർഡ് ബേങ്കനി. ഈ പെറ്റൂണിയ ഫ്ലവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പെറ്റൂണിയ ഫ്ലവറിൻ്റെ കളറ് പർപ്പിൾ കളറാണ്. അടുത്തത് ബ്രൗൺ കളർ. അതിൻ്റെ മലയാളം തവിട്ട്. അതിൻ്റെ ഹിന്ദി ഭൂര. ഞാനിതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈനയാണ്. ഒരു ബേർഡാണിത്. ഇതിൻ്റെ കളറ് ബ്രൗൺ. നെക്സ്റ്റ് പിങ്ക്. മലയാളം പിങ്ക്. അതിൻ്റെ ഹിന്ദി ഗുലാബി. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പൂവാണ്, റോസ് ഫ്ലവർ. ഇതിൻ്റെ പിങ്ക് കളറാണ്. ബ്ലാക്ക്. കറുപ്പ്. മലയാളം കറുപ്പ്. അതിൻ്റെ ഹിന്ദി കാല. ഇതിൻ്റെ എക്സാമ്പിൾ ഒരു ക്രോയാണ്. ക്രോയുടെ കളർ എന്താണ്? ബ്ലാക്ക് ക്രോ. ഗ്രേ കളറിന് മലയാളത്തിൽ ചാരനിറം എന്ന് പറയും. അതിന് ഹിന്ദിയിൽ സ്ലേറ്റി കളർ എന്നാണ് പറയുന്നത്. സ്ലേറ്റി. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഒരു ഗ്രേ കളറിലെ കാറാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഗോൾഡൻ. മലയാളം സ്വർണ്ണ നിറം. ഹിന്ദിയിൽ ഇതിന് സുനേര രംഗ്. ഗോൾഡൻ, സ്വർണ്ണ നിറം, സുനേര രംഗ്. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലിറ്റേഷനും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി. ഗോൾഡിൻ്റെ കളറാണ്. ഈ റിങ്ങിൻ്റെ കളർ കണ്ടോ? ഗോൾഡൻ കളർ. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ നോക്കി നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.